ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും. നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല. ജീവിതം മേഘശകലം പോലെ മാഞ്ഞു പോകും. സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽ മഞ്ഞ് പോലെ അത് നശിക്കും. നമ്മളെ ആളുകൾ മറന്നു പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം. അത് നമ്മളുടെ കുറെ അഹങ്കാരങ്ങളെ മാറ്റിക്കളയും. നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് നമ്മളെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇപ്പൊ ഞാൻ പള്ളിയിൽ അച്ഛനാണ്. ഈ പള്ളിയിൽ ഇപ്പൊ 3 വർഷത്തോളമായി. ഇനി കുറച്ച് നാളുകൂടെ ഈ പള്ളിയിൽ സേവനം ചെയ്യും. അത് കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് ഞാൻ കടന്നു പോകും. അത് കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ ഈ പള്ളിയിലുള്ളവർ എന്നെ അത്രമേൽ ഓർത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല. ഇതിനു മുമ്പ് ഞാൻ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വലിയ കാര്യമായിട്ട് നമ്മളെ കണക്കാക്കിക്കൊണ്ടിരുന്നവർ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെ മറന്നുപോകും. അത് അവരുടെ കുറ്റമായിട്ടല്ല ഞാൻ പറയണ കേട്ടാ. മനുഷ്യ ജീവിതം അങ്ങനെയാണെന്നേ. നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹൃദ്യമായിട്ട് പെരുമാറും, ഒരുമിച്ചുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറന്നുപോകും. ഇപ്പം ആ ഇടവക ജനം എന്നെ മറന്നുപോയി എന്ന് മാത്രമല്ല ഞാൻ പറയണത്, ഞാൻ അവരെയും മറന്നുപോയി. കാരണം വേറെ ഒരു ഇടവകയായി, ആ സമൂഹത്തിലായി, അവിടെയായി പ്രവർത്തനങ്ങൾ. അപ്പം ഈ മറന്നു പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാ നമ്മളെ അത്രമേൽ പ്രധാനപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുന്ന നമ്മുടെ അഹങ്കാര ചിന്തയ്ക്ക് ഒരു ശമനം ഉണ്ടാവും. അത്രമേൽ പ്രധാനപ്പെട്ടവരൊന്നുമല്ല. നമ്മളില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കുകയില്ലെന്നൊന്നും വിചാരിക്കണ്ട. നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് അങ്ങ് നടന്നോളും. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.